ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആക്ഷൻ ക്യാമറയാണ്. ഈ ആക്ഷൻ ക്യാമറ എന്ന് വെച്ചാൽ ഇത് വെറും 845 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ്. ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ മഴക്കാലമാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പം മഴക്കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് മൊബൈൽ വലിയ എമൗണ്ട് വരുന്ന മൊബൈലൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ വെള്ളത്തിലോ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വലുതാണ്. പക്ഷെ ഇത് വെറും 845 രൂപയ്ക്ക് നമുക്ക് ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ വർക്ക് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള വീഡിയോകൾ നമുക്കിത് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് വെള്ളത്തിലിട്ടാൽ പോലും നമുക്കിത് കംപ്ലൈന്റ് വരത്തില്ല. അതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. പിന്നെ നമുക്ക് നോക്കാം ഇതിനെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു HD ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. കാരണം ഇത് മേടിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കിട്ടും. ഇത് മാത്രം വെള്ളത്തിൽ ഇട്ടാൽ അല്ല, നമുക്ക് ഈ വെള്ളത്തിൽ ഇടുന്നതും ഇതെല്ലാം കൂടി കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ മേടിച്ചപ്പോൾ ഇതിന് കൂടെ കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. കുറച്ചധികം സാധനങ്ങൾ നമുക്ക് അതിന്റെ കൂടെ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ സാധനം മാത്രം 850 രൂപയ്ക്കുണ്ട്. എന്നാൽ ഈ ക്യാമറയും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല ലാഭമാണ്. ഈ 850 രൂപയ്ക്ക് ഒരു നഷ്ടവും നമുക്ക് വരുന്നില്ല. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ മഴക്കാലത്ത് അത്യാവശ്യം മൊബൈലിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള, യൂട്യൂബിന് അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഒന്നും അല്ല, എന്നാലും മൊബൈലിൽ നമുക്ക് ചെയ്യുന്ന ഫേസ്ബുക്കിലോ ഒക്കെ ലൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്യാമറയാണ്, ആക്ഷൻ ക്യാമറയാണ്, HD ക്വാളിറ്റി ഉള്ള. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഈ മഴക്കാലത്ത് ഇതൊന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ സേഫായിട്ട് നമുക്ക് വീഡിയോ മാത്രം എടുക്കുന്ന ഒരാവശ്യമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മൊബൈൽ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് മഴ സമയത്തൊക്കെ ധൈര്യമായിട്ട് കൊണ്ട് പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ സാധനങ്ങൾ. കൂടുതൽ ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്ന ടൈപ്പാണ്. ഇതിപ്പോ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ബാക്കിൽ നമുക്ക് ഇതുണ്ട്, കണ്ടല്ലോ. ഇത് വെച്ചിട്ട് ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ബട്ടൺ ഉണ്ട്, അതിങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യാൻ കഴിയും. എന്നിട്ട് ഈ ക്യാമറയുടെ ഈ ഭാഗം വരുന്നത് നമുക്ക് ഇവിടെ വെച്ച് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ കഴിയും. കണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നല്ല ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇതിന് നല്ല നമുക്ക് ഇതിൽ സ്വിച്ചുകളെല്ലാം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പ്രസ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ഓൺ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സ്വിച്ചുകളാണ്. ഇത് നമ്മൾ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ ഈ ബൈക്കിന്റെ ആ ഭാഗത്ത് നമുക്കിതിനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇതിനകത്തേക്ക് ഇത് ഫിക്സ് ചെയ്ത് വെച്ച് നമുക്കൊരു എക്സ്ട്രാ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്കിങ്ങനെ ബൈക്കിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ബൈക്കിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇതിൽ എല്ലാം കൂടി ഉൾപ്പെടെയാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ മഴ സമയത്ത് ഞാൻ അങ്ങനെയാണ് ഇത് മേടിച്ചത്. എനിക്കിപ്പം അത്യാവശ്യം എടുക്കേണ്ട വീഡിയോകളൊക്കെ ഞാൻ ഇതിൽ ചെയ്യാനുള്ള ഐഡിയയിലാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്കിത് പല ആൾക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ചെറിയ എമൗണ്ടിൽ ഒരു ക്യാമറ ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇനി ഞാൻ മനസ്സിലാക്കി തരുന്നത് ഇത് നമുക്ക് എങ്ങനെയാണ് വെള്ളത്തിലിട്ടാൽ ഉള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോ ഇത് ഓൺ ചെയ്യാണ്. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, നമുക്കിത് ഫിക്സ് ചെയ്തിരുന്നാലും നമുക്ക് ഓൺ ചെയ്യാൻ കഴിയും. കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇനിയിപ്പോ റെക്കോർഡിങ് കൊടുത്തു. റെക്കോർഡിങ് ഓൺ ആയിട്ടുണ്ട്. ഞാൻ വെള്ളത്തിനകത്തേക്ക് ഇടുകയാണ്. വെള്ളത്തിനകത്ത് കണ്ടല്ലോ, ഇപ്പോഴും വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും. റെക്കോർഡിങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാവും. ഇപ്പൊ ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് ഇത്രയും നമുക്ക് വെള്ളത്തിലൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും കുളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മഴയത്ത് നനഞ്ഞുകൊണ്ട് തന്നെ കളിക്കേണ്ടതൊക്കെ വേണം വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ സുഖമായിട്ട് ചെയ്യാൻ കഴിയും.
അതാണ് ഞാൻ ഇതിലിപ്പോൾ കാണിച്ചു തന്നത്. ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെയുള്ള വിഷ്വൽ എഫക്റ്റ് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലാതെയുള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആ 845 രൂപയ്ക്കുള്ള ക്വാളിറ്റി എന്തായാലും ഈ ക്യാമറയ്ക്ക് ഉണ്ട്. HD ക്വാളിറ്റിയാണ് അവർ പറയുന്നതെങ്കിലും അത് തീർച്ചയായിട്ടും ഇതിലുണ്ട്. അപ്പം ഞാനിത് അങ്ങനെയുള്ള ആ നമ്മുടെ ഔട്ടായിട്ടുള്ള ഒരു വിഷ്വൽ എഫക്റ്റ് കൂടി ഞാനിത് കാണിച്ചു തരാം. ഇതില് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ചാർജിങ് മൊബൈലിന്റെ ചാർജർ മതിയാവും. കാരണം മൊബൈലിന്റെ ആ പോർട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത്. കണ്ടല്ലോ സൈഡിൽ ഈ പോർട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം മൊബൈലിന്റെ ചാർജർ നമുക്ക് മതിയാവും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ബാറ്ററി എന്ന് വെച്ചാൽ ഒരു ബാറ്ററി വരുന്നത് ബാക്ക് ബാറ്ററിയാണ്. നിങ്ങൾക്കത് കാണിച്ചു തരാം. നമുക്കിത് മേടിക്കാനൊക്കെ കിട്ടുന്ന ബാറ്ററിയാണ്. നമുക്ക് പറ്റുന്ന ടൈപ്പ് തന്നെ. അതായത് നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ബാറ്ററി ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. ഈ ബാറ്ററി നമുക്ക് മേടിക്കാനും കിട്ടുന്ന ടൈപ്പാണ്. കണ്ടല്ലോ ഇതാണ് എൻ്റെ ബാറ്ററി. അപ്പൊ ഈ ബാറ്ററി നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ സിമ്പിളാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ക്യാമറയാണ്. ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാല് ഇതൊരു നമുക്ക് ഈ മഴക്കാലത്ത് നമ്മളെ മൊബൈൽ സേഫ് ആക്കാനും അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ട വീഡിയോ മഴ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാമറയാണ്, ഒരു ആക്ഷൻ ക്യാമറയാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പിന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോകൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ശരി, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും. ഓക്കെ.